ഇരുട്ടിലൊരു കൊട്ടാരം പോലെ തിളങ്ങി നിൽക്കുന്ന ആ മാൻഷന്റെ ഗേറ്റ് കടന്ന് കാറ് മുന്നോട്ടെടുക്കുമ്പോൾ ഒരിക്കൽ കൂടി ഫോണിൽ ലൊക്കേഷൻ ഇത് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തി ഗൗരി. ഇത്രയും വലിയ കൊട്ടാരത്തിൽ ആളാണോ ഇങ്ങനെ കള്ളും കുടിച്ച് ബാറി കിടന്ന് മോങ്ങിയത്? ഓർത്തുകൊണ്ട് തന്നെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്നവനെ നോക്കി ഗൗരി. ഇപ്പോഴും ബോധത്തിലല്ല, അവ്യക്തമായി എന്തൊക്കെയോ മൊഴിയുന്നുണ്ട്. ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ആദിയുടെ നമ്പറിലേക്ക് വീണ്ടും കോൾ ചെയ്തവൾ. അത്രയും വലിയൊരു വീട്ടിലേക്ക് ഈ സമയം കയറി ചെല്ലാൻ ഒരു മടി പോലെ. അതിനുമപ്പുറം സ്വയം നടക്കാനാവാത്തയാളെ ഒറ്റയ്ക്ക് താങ്ങാനുള്ള ശേഷിയൊന്നും ഗൗരിക്കില്ല. ആദ്യം വിളിച്ചു പറഞ്ഞനുസരിച്ച് 2 ഗാർഡ്സാണ് അജുവിനെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയത്. ഒരു നിമിഷം അവിടെ നിൽക്കണോ അങ്ങോട്ട് പോകണോ എന്നൊക്കെ ഓർത്തുപോയി ഗൗരി. എന്നാൽ ഒട്ടും ബോധമില്ലാത്തവനാർക്കൊപ്പം തനിച്ചുവിടാൻ മനസ്സ് അനുവദിക്കാത്തതുപോലെ പതിയെ അവൾ ഉള്ളിലേക്ക് നടന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ സോഫയിൽ ചാരിയിരിക്കുന്നവനെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയും മനുഷ്യനെയും കാണാൻ ഗൗരി ഒന്ന് ഞെട്ടി. അജു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമണി ആദ്യം ആരായെന്നുള്ള കാര്യത്തിൽ പെണ്ണിന് ഏകദേശം വെളിവൊക്കെ വന്നു. ആരെയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചുകൊണ്ടുവന്നാണ് മീരെ. താഴേക്ക് നോക്കിയതും പെണ്ണ് ആദ്യം കാണുന്ന ഗൗരിയാണ്. ഒരു നിമിഷം സന്തോഷം കൊണ്ട് അവിടെ മിഴികൾ വിടർന്നു. ഗൗരിയേച്ചിയാണ് ആദ്യേട്ടാ? പതിയെ ചോദിക്കുന്നവളെ നോക്കുമ്പോഴാണ് ഇന്ന് ഫ്ളാറ്റിൽ വെച്ച് കണ്ട പെൺകുട്ടിയാണ് അജുവിനെയും കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആദ്യം ശ്രദ്ധിച്ച്. അല്ലെന്ന് കിളിക്കുഞ്ഞ്, നിന്റെ അജുവേട്ടനാ? ആദ്യം ഒരു നിശ്വാസത്തോടെ സോഫയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞതും അത്രയും സന്തോഷത്തോടെ അപ്പുവിന്റെ നോട്ട് അവിടേക്ക് ചെന്നു. അടുത്ത നിമിഷം ആദിയുടെ കൈവിട്ട് അജുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നവളെ കാണെ രുദ്രനും ആദിയും ഗൗരിയും ഒക്കെ ഒരു പുൻസിരിയോടെ നോക്കി നിൽക്കുമ്പോൾ അൻഷിന്റെ മുഖം മാത്രം ഇരുണ്ടുപോയി. ഏട്ടാ? അപ്പു പതിയെ അവന്റെ അരികിൽ ചെന്നിരുന്ന് വിളിച്ചതും ആ അവസ്ഥയിൽ അവന്റെ കുഞ്ഞുമണിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് ചുണ്ടിലൊരു ചിരി വിടർന്നു. എന്തു പറ്റിയതാ ഏട്ടന്? വിളിച്ചിട്ടൊന്നും മിണ്ടാതെ തന്നെ നോക്കാതെ അതേ ഇരിപ്പ് തുടരുന്നവനെ കാണെ അപ്പോഴേക്ക് അവളുടെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. അതുകൂടി കണ്ടതും അൻഷിന്റെ മുഖം വീർത്തു. ആദ്യം ഒരു ചിരിയോടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. നിന്റെ ഏട്ടൻ നിന്നെ ഞാൻ കൊണ്ടുപോയി, ഇനി ഒരിക്കലും നിന്നെ കാണാൻ കഴിയില്ല, നീ അവനെ വെറുത്തുപോയി, ഇനി ഏട്ടാന്ന് വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യാതെ കള്ളുപിടിച്ചതാ. ആദ്യം പറഞ്ഞുകൾക്ക് കണ്ണുമിഴിച്ചുകൊണ്ട് അജുവിനെ നോക്കിപ്പോയവൾ. ഒരു ബിയർ അടിച്ചാൽ തന്നെ ബോധം പോകുന്നവനാ, അപ്പൊ കള്ളുപിടിച്ചാലുള്ള അവന്റെ അവസ്ഥ എന്താവുമെന്ന് ഊഹിക്കാലോ. ആദി വീണ്ടും പറഞ്ഞതും അപ്പു കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു. പെട്ടെന്നായതും ആദി ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഞെട്ടി. അത്ര നേരം മുഖം വീർപ്പിച്ചിരുന്ന അൻഷ് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പു എന്താ, എന്തിനാ കരയുന്നത്? അവനൊന്നുമില്ല, നാളെ ആകുമ്പോഴേക്കും അവൻ ശരിയാവും. അൻഷ് പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കിയതും ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മിയവൻ. എന്തൊക്കെയായാലും ഇനി അവളുടെ കണ്ണു നിറയുന്ന മാത്രം സഹിക്കാൻ അവന് വയ്യ. ഞാൻ കാരനാണ് ഏട്ടൻ? പെണ്ണ് വിരുമ്പിക്കൊണ്ട് ചോദിച്ചു. അത്രയും വാത്സല്യമാണ് അവളോട് തോന്നിയത്. നീ കാരണമൊന്നുമല്ല എന്റെ കിളിക്കുഞ്ഞേ, അവന് ഭ്രാന്താ. അല്ലെങ്കിൽ നേരെ വന്ന് ഇങ്ങോട്ട് വന്ന് നിന്നെ കാണുന്ന വരും ഇങ്ങനെയൊക്കെ ചെയ്യൂ? എന്റെ അപ്പ അവനെ വെറുക്കുമെന്ന് കരുതിയത് വലിയ മണ്ടത്തരമല്ലേ? അതിന് നാളെ ബോധം കിട്ടാൻ അവനുള്ളത് നമുക്ക് കൊടുക്കാം. ഇപ്പൊ എന്റെ കുഞ്ഞിതേ ഇവന് നോക്കി, നീ കരഞ്ഞിട്ടാ അവനും കണ്ണു നിറച്ച്. അടുത്തു നിൽക്കുന്ന അൻഷിനെ കാണിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതും മീരയുടെ നോട്ട് അജുവിൽ നിന്ന് അൻഷിലേക്കായി. കുഞ്ഞേട്ടൻ ഞാൻ... അപ്പൊ എന്തോ പറഞ്ഞു തുടങ്ങിയ മുമ്പ് അൻഷ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞ് പിടിച്ചു. ആ വിളി മാത്രമേ അവൻ കേട്ടുള്ളൂ. അത്രയും മോഹിച്ചതാണ് അവൾ അങ്ങനെയൊന്ന് വിളിച്ചു കേൾക്കാൻ. കുഞ്ഞിലെ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അങ്ങനെ വിളിച്ചതും നെഞ്ച് വിങ്ങിപ്പോകുന്നത്രയും സന്തോഷം അവനിൽ നിറഞ്ഞു. ആദ്യമൊന്നും ഞെട്ടിപ്പോയെങ്കിലും അവന്റെ കൈക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നവൾ. എല്ലാരും കൂടി എന്റെ കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമെന്തോ? ആദ്യം ഒരു നിമിഷം ആലോചിച്ച് അത് മാത്രമാണ്. ആ ആലോചനയിൽ ചെറിയൊരു കുശുമ്പില്ലാതെ ഇല്ല. ഏട്ടാ, അജുവിനെ അവന് റൂമിലേക്ക് എടുത്താൽ പറയും സൂര്യ, ബാക്കിയൊക്കെ നാളെ നേരത്തെ തീരുമാനിക്കാം. രുദ്രൻ പറഞ്ഞതും ആദ്യം അവനൊരു ചിരിയോടെ നോക്കി. ശരിക്കും അപ്പയുടെ പ്രതിരൂപമാണ് ഏട്ടനെന്ന് തോന്നിപ്പോവും എല്ലാ കാര്യത്തിലും. എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം വാസുദേവയ്യർ തന്നെയാണ് രുദ്രാൻഷ്. പിന്നെ ഗൗരി, അതല്ലേ തന്റെ പേര്? അതെ സർ. രുദ്രൻ ചോദിച്ചു. എല്ലാം കണ്ട് ഞെട്ടിയുന്നവൾ വേഗം മറുപടി നൽകി. ഓക്കെ ഗൗരി, ഇന്നിവിടെ നിന്നാ മതി, നാളെ രാവിലെ പോവാ, രാത്രി ഇനി തനിച്ചു പോകണ്ട. രുദ്രൻ പറഞ്ഞതും ഗൗരി എതിർക്കാൻ നിന്നില്ല. മറ്റൊന്നുമില്ല, അജുവിന് ബോധമൊന്ന് വീണ്ടും കണ്ടിട്ട് പോകണമെന്നൊരു തോന്നല്. അപ്പോഴേയും ഗാർഡ്സ് വന്ന് അജുവിനെ താഴെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഗൗരിക്ക് റൂം കാണിച്ചു കൊടുക്കാൻ ഒരു മെയ്ഡും വന്നു. അപ്പോഴേക്ക് അപ്പുവിന്റെ അൻഷിന്റെ കരച്ചിലൊക്കെ തീർന്നിരുന്നു. മോള് പോയി ഉറങ്ങിക്കോട്ടോ, ഇനി കരയരുത്. രുദ്രൻ അടുത്തേക്ക് വന്ന് അവിടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും കണ്ണെടുക്കാതെ അവനെ നോക്കി നിന്നു പോയവൾ പിന്നെ പതിയെ ഒന്ന് ചിരിച്ചു. അൻഷും കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞു പോയതും ആദിയുടെ നോട്ടം അവന്റെ കിളിക്കുഞ്ഞിൽ മാത്രമായി. കണ്ണുകൾ ചിമ്മാതെ തന്നെ നോക്കി നിൽക്കുന്നവൻ അവളുടെ ഉടലിലൂടെ ഒരു വിറയിൽ പാഞ്ഞു. അടുത്ത നിമിഷം ആദിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് പടികൾ കയറി മുകളിലേക്ക് ഓടിയവൾ. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഒരു കള്ളച്ചിരിയോടെ മീശയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൾക്ക് പുറകെ ഓടി. മുന്നിൽ കിടക്കുന്നവളെ അത്രയും ഇഷ്ടത്തോടെ നോക്കി നിന്നു പോയവൻ. എന്തിനാ ഓടി?
ആദിയുടെ മുഖം അവളിലേക്കൊന്ന് ചാഞ്ഞു. വെറുതെ? ശരിക്കും? അല്ലാതെ ആദ്യമായിട്ട് എന്റെ കിളിക്കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിട്ടില്ലല്ലോ. ചോദിക്കുന്നതിനൊപ്പം തന്നെ അവളുടെ കഴുത്തിലേക്ക് അവന്റെ കൈകൾ ഇരച്ച് കയറി. മിഴികൾ അടച്ചൊന്ന് കുറുകിപ്പോയവൾ ആദ്യ ഒരു ചിരിയോടെ അവളുടെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. നനുത്തൊരു പുഞ്ചിരി അവളിൽ തുളുമ്പി നിന്നു. നെഞ്ച് നിറയുന്നൊരിഷ്ടമാണ് ഈ ആളോട്, അയാളുടെ ചെറു സ്പർശനങ്ങളോട് പോലും. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടാൻ തോന്നിപ്പോവും. ഒരുപാട് വൈകിയപ്പോ കിടന്നാലോ? തനിക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നവളെ വാരിയെടുത്ത് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചവൻ. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണിതൊക്കെ. കൊത്തിപ്പറിക്കുന്ന നോട്ടങ്ങൾക്കെല്ലായിടയിൽ നിന്ന് ആദ്യമായി പ്രണയത്തോടെ നോക്കിയവൻ. ഇപ്പോഴവൾക്ക് ഭൂതകാലത്തെ ഓർമ്മ ഏതുമില്ല. കോളേജിലെ ആ രാത്രി പോലും അപ്പു പൂർണ്ണമായും മറന്നുപോയിരുന്നു. അല്ലെങ്കിൽ ആദിയുടെ കയ്യിൽ നിന്നും ആരും തന്നെ എവിടേക്കും കൊണ്ടുപോയില്ലെന്നുള്ള വിശ്വാസം. അവളുടെ കണ്ണുകളടഞ്ഞ് സുഖമുള്ള ഒരു ഉറക്കത്തിലേക്ക് പോകുവോളം ആദ്യം അവളുടെ നെറുകയിൽ തഴുകിക്കൊണ്ടേയിരുന്നു. മെല്ലെ അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് കണ്ണടക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ടേബിളിരുന്ന് അവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്ത് ഒരു മിസ്സായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ ആരാവുമെന്നുള്ള ചിന്തയോടെ ഫോൺ കയ്യിലേക്ക് എടുത്ത് നോക്കിയതും ആദിയുടെ കണ്ണുകളൊന്ന് കുറുകി. സ്ക്രീനിൽ തെളിയുന്ന വിദേശ നമ്പറിലേക്ക് കുറച്ച് സമയം ഉറ്റുനോക്കിയിരുന്നവൻ റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് അപ്പുവിനെ നോക്കിക്കൊണ്ട് ആ കോൾ എടുത്ത് കാതിലേക്ക് വെച്ചു. ഹായ് മിസ്റ്റർ ആദിത്യവർമ്മ. ഓപ്സ്, സോറി, സൂര്യനാരായണനാണല്ലോ ഇപ്പോ. പറഞ്ഞുകൊണ്ട് അയാളൊന്ന് ചിരിച്ചു. ഒരു സാധാരണ ലോറി ഡ്രൈവർ സത്യനാരായണന്റെ മകൻ. ഇപ്പോൾ ലോകമെങ്ങും പടർന്നെടുക്കുന്ന റാംസ് ഗ്രൂപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ, ദി റിയൽ ഡെവിൾ ചെകുത്താൻ, റൈറ്റ്? ഇപ്പുറത്ത് ആദ്യമായി കേൾക്കുന്ന ശബ്ദം. പക്ഷെ അതാരാണെന്ന് ആദിക്കറിയാം. ഈ രാത്രി ഈ സമയം തന്നെ വിളിച്ച് ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കണമെങ്കിൽ അതിനി ഒരുവനെ സൂര്യനാരായണൻ ബാക്കി വെച്ചിട്ടുള്ളൂ. ഏജ് അഡ്രികാദം ജോൺ. കാത്തിരിക്കായിരുന്നു അവന്റെ ഡയറക്റ്റ് എൻട്രിക്കായി. എന്തു വേണം നിനക്ക്? ആദിയുടെ ചോദ്യം തീർത്തും ശാന്തമായിരുന്നു. ഉത്തരം എന്തായിരിക്കുമെന്ന് അറിയാമായിരുന്നിട്ടുള്ള ഒരു ചോദ്യം. ഞാൻ പറയാത്തന്നെ അറിയാലോ എന്താണ് എന്റെ ആവശ്യമെന്ന്. എനിക്ക് അവളെ വേണം. ആദ്യം കണ്ടതും അനുഭവിച്ചൊക്കെ ഞാനാവുമ്പോ ഞാൻ തന്നെയല്ലേ അവളുടെ അവകാശി, റൈറ്റ്? വന്യമായ പുഞ്ചിരിയോടെയുള്ള അവന്റെ ചോദ്യത്തിൽ ആദിയുടെ കണ്ണുകളൊന്ന് ചുവന്നു. കൈകൾ അപ്പുവിൽ അത്രയും തീവ്രമായി മുറുകി. എനിക്കറിയാം സൂര്യ, നീ എപ്പോഴേ എല്ലാം മനസ്സിലാക്കി കാണൂ എന്ന്. യു നോ വൺ തിങ്, ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞ ഉടൻ അവളുടേതായിരുന്നു. അതും എന്റെ 18ാമത്തെ വയസ്സിൽ. അത്രയും സുന്ദരമായ ഒരു രാത്രി പിന്നീട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അരികിൽ കിടക്കുന്നവൾ ഉണർന്നു പോയിരുന്നുള്ള ഒറ്റ കാരണത്താൽ ആദ്യം മൗനം പാലിച്ച് അവന് കേട്ടു നിന്നു. പിന്നീട് മുന്നിലെത്തിയ എല്ലാ ശരീരത്തിലും ഞാൻ തേടിക്കൊണ്ടിരുന്നത് ആ സൗന്ദര്യമായിരുന്നു, ആ സംതൃപ്തിയായിരുന്നു. പക്ഷേ കിട്ടിയില്ല. കിട്ടാതെ വരും എനിക്ക് തോന്നുന്ന ഫ്രസ്ട്രേഷൻ അത് എത്രമാത്രമാണെന്ന് അറിയാമോ? എല്ലാം ഞാൻ ആ ശരീരങ്ങളോട് തീർക്കും. പക്ഷേ അവളോട് അങ്ങനെയായിരുന്നില്ല കേട്ടോ. ഒരു പൂവിൽ നിന്നും തേൻ നുകർന്നെടുക്കും പോലെ അവളെ വേദനിപ്പിക്കാൻ തോന്നില്ല സൂര്യ. അത്രയും സ്നേഹിക്കാനല്ലേ തോന്നുക. മറ്റൊരു കാര്യം കൂടി നിനക്കറിയാമോ? വർഷങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ട 5 വയസ്സുകാരിൽ നിന്നും എന്റെ കൈകൾക്കുള്ളിലേക്ക് ചേർന്ന നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞത് അവളെ. അവിടെ ആ മത്ത് പിടിപ്പിക്കുന്ന സുഗന്ധം, കണ്ണുകൾ, അങ്ങനെ എല്ലാം എല്ലാം. അന്ന് രാത്രി ആ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ഞാൻ വീണ്ടും അറിഞ്ഞേനെ അവളെ. പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും മതിയാവില്ല സൂര്യ. ഈ ജന്മം മുഴുവൻ നുകർന്നാലും മതി വരില്ല. യു നോ, ഷീസ് ലൈക്ക് എ ഫ്രഷ് ഫ്ലവർ. എപ്പോഴും പുതുമ നൽകുന്ന ഒരു കുഞ്ഞു പൂവ്. അന്ന് നീ അവളെ ചതിച്ച് താലി കിട്ടിയ ദിവസം അന്ന് തന്നെ നിന്നെ ഞാൻ തീർത്തേനെ. പക്ഷേ ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു പോയി, നിന്നെ ഒന്നും ചെയ്യില്ലെന്ന്. അതിനു പകരമായിട്ട് അവൾ ഒരിക്കലും നിന്നെ തേടി വരില്ല, നിനക്ക് മുന്നിൽ പോലും വന്ന് നിൽക്കില്ലെന്ന്. കുറച്ച് മാസങ്ങൾ മുമ്പ് വരെയും അതവൾ പാലിച്ചിരുന്നു. പിന്നെ അവളുടെ സോ കോൾഡ് ഫാദർ ചന്ദ്രശേഖർ IPSന് കോടികളാ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അവളെ എനിക്ക് മുന്നിലെത്തിക്കാൻ എന്റെ മിന്നും കഴുത്തിലിട്ട് ഇവിടെ എനിക്കൊപ്പം കൊണ്ടുവരാൻ. പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആദ്യ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞിരുന്നു. അത് മനസ്സിലാക്കവേ ആദ്യത്തിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നിന്നെ നേരിടാനുള്ള യാത്രയിലാണ് ഞാൻ. നീ എന്ന ചെകുത്താനം മറികടക്കാനുള്ള യാത്രയിൽ. തന്നെ നെഞ്ചോട് പറ്റിച്ചേർന്ന് മയങ്ങിക്കിടക്കുന്നവളുടെ നെറുകയിൽ ഒരു 100 ആവർത്തി അവന്റെ ചുണ്ടുകൾ അമർന്നു. കണ്ണുനീർത്തുള്ളികൾ അവളുടെ മുടിയഴകിൽ ചെന്നൊളിച്ചു. മനുഷ്യനായാലും ചെകുത്താനായാലും അവന്റെ പാതിയായവൾ അനുഭവിച്ച നോവ്
അതിനു മുന്നിൽ മാത്രം അവൻ തളർന്നു പോകും. പ്രണയത്തിനും പ്രണയിനിക്കും വേണ്ടി ഈ ചെകുത്താന്റെ ഉള്ളം നോവുന്നു. ഒന്നും അവൾക്ക് ഓർമ്മയില്ല. ഇനി ഓർമ്മയുണ്ടെങ്കിൽ കൂടിയും 5 വയസ്സ് മാത്രമുണ്ടായിരുന്ന അവൾക്ക് തന്നോട് ചെയ്ത എന്താണെന്ന് പോലും അന്ന് മനസ്സിലാവില്ലായിരുന്നു. അതിനുമപ്പുറം അന്ന് നടന്ന അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരും പറയാതെ തന്നെ അവളെ തിരിച്ചറിയുന്ന നിമിഷം അതിനെങ്ങനെ മറികടക്കുമായിരുന്നു. ആ ഒരു ചിന്തയിൽ പോലും ആദിയുടെ ഉള്ളമൊന്ന് വിറകൊണ്ടു. ആരും തുണയില്ലാതെ ഒന്നുകിൽ മരണം, അതുമല്ലെങ്കിൽ മുഴുഭ്രാന്തി. ആദിയുടെ ഉള്ള ഓരോ നിമിഷവും പുകഞ്ഞു തുടങ്ങി. എത്രയൊക്കെ അവളെ പൊതിഞ്ഞ നെഞ്ചിലേക്ക് ഒതുക്കി പിടിക്കാമോ അത്രയും പൊതിഞ്ഞു പിടിച്ചു. ഒരിക്കൽ കൂടി ആദം അവസാനം പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങിക്കേട്ടതും ഇറുകെ അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നവൻ. രക്തത്തിനേക്കാൾ ചുവന്ന നിറമായിരുന്നു ആ കണ്ണുകൾക്ക്. മുഖത്തെയും കൈയിലെയും പേശികൾ ഒരുപോലെ വലിഞ്ഞു മുറുകി. പുറത്തെ ഡ്രാഗൺ ടാറ്റൂവിന്റെ കണ്ണുകൾക്കും അതേ നിറവും തിളക്കവും തന്നെയായിരുന്നു ആ നിമിഷം. രാത്രി ഉറങ്ങാനേറെ വൈകിയതുകൊണ്ട് ആദ്യം എഴുന്നേൽക്കാനും അന്ന് അല്പം വൈകി. കണ്ണുകൾ തുറക്കുന്നതിന് മുമ്പ് കൈവച്ച് തേടിയത് അവന്റെ കിളിക്കുഞ്ഞിനെയാണ്. അടുത്തെങ്കും ആളില്ലെന്ന് മനസ്സിലായതും എന്തോ ഓർത്തതുപോലെ അവനിലൊരു ചിരി വിരിഞ്ഞു. എത്ര നേരത്തെ ഉണർന്നാലും താൻ ഉണരുവോളം ചൂടും പറ്റി കിടക്കുന്നവൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതെവിടേക്കായിരിക്കുമെന്ന് അവൻ അറിയാം. ചുണ്ടിലൂറിയ ചിരിയോടെ തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി പോയവൻ. തല വെട്ടിപ്പൊളിയുന്ന പോലൊരു വേദന തോന്നിയതും മുഖമൊന്ന് ചുളിഞ്ഞു പോയവന്റെ കണ്ണുകൾ തുറക്കാൻ പോലും ആവാത്ത വിധം ഭാരം പോലെ. കുറച്ചു സമയത്തെ പ്രയത്നത്തിനൊടുവിൽ മിഴികൾ വലിച്ചു തുറന്നതും അജുവിന്റെ നോട്ട് നേരെ ചെന്ന് നിന്ന് തനിക്കരികിലായി ഒരു ചേറിൽ കണ്ണു നിറച്ചിരിക്കുന്നവളിലേക്കാണ്. അവന്റെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിൽ അത്രയും ഭംഗിയായ ഒരു പുഞ്ചിരിയും. കാണുന്നത് സ്വപ്നമല്ലെന്ന് ഉറപ്പിക്കാനായി കണ്ണുകൾ കൈവച്ചൊന്ന് തിരുമ്മിക്കൊണ്ടാണ് വിളിച്ചത്. മോളെന്താ ഇവിടെ? എപ്പോ വന്നു? എന്നെ കാണാൻ വന്നാണോ? അവൾക്കരികിലേക്ക് ചെന്ന് ആ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ. ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നതേയുള്ളൂ. ആ മൗനത്തിൽ അത്ര വേഗം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പരിഭവം ഒളിഞ്ഞു കിടന്നു. അതിലേറെ സങ്കടവും. അയ്യോ, മോളെന്തിനാ കരയുന്നേ? ആദിയുടെ ആ വന്നില്ലേ? ചുറ്റും കണ്ണുകൾ പായിച്ചുകൊണ്ട് അജു വീണ്ടും ചോദിച്ചു. അടുത്ത നിമിഷം ബോധം വന്ന പോലെ തലയൊന്ന് കുടഞ്ഞവൻ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കി. അയ്യോ, നമ്മൾ തട്ടിക്കൊണ്ടുവന്നാണോ? ഇതെവിടെയാ? അതിനാണ് ഏട്ടന്റെ കുട്ടി കരഞ്ഞേ? കരയില്ലടാ, ഏട്ടനില്ലേ? ആരും എന്റെ മോളൊന്നും ചെയ്യില്ല. അവള് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ. ഇത്തവണ കരയാൻ പോലും മറന്നുകൊണ്ട് അപ്പു അവന് മിഴിച്ചു നോക്കി. അതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും കണ്ണു വായിക്കാൻ തിരക്കിലാണ് അവൻ. അവന്റെ കുഞ്ഞുമണിയും കൊണ്ട് രക്ഷപ്പെടണമല്ലോ. ചുറ്റും 3 തടിമാടന്മാരുണ്ടായിട്ട് അവരൊന്നും അറിഞ്ഞില്ലേ എന്റെ കൊച്ചിനെ പിടിച്ചോണ്ട് വന്ന്? കാലിനെന്നും ചെകുത്താനെന്നും പറഞ്ഞ ഒരുത്തരുണ്ടല്ലോ. നിന്നെയൊന്നും ശ്രദ്ധിക്കാൻ പോലും വയ്യാത്ത എന്ത് തിരക്കായിരുന്നവന്. മോള് പേടിക്കണ്ട, ഏട്ടനുള്ളപ്പോ ആരും ഒന്നും ചെയ്യില്ല. അജു പറഞ്ഞിരുത്തിയതും വാതിക്കൽ നിന്ന് അൻഷിന്റെ വിളി വന്നിരുന്നു. അജു ഒരു സംശയത്തോടെ അവനെ നോക്കുമ്പോൾ അൻഷ അവനെ തിരികെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. മോളിതാദ്യം അവന് കൊടുക്ക്, തലക്കുറച്ച് വിളി വരട്ടെ. അജുവിനെ തന്നെ നോക്കി കയ്യിലെ കപ്പിലെ കോഫി അപ്പുവിന് നേരെ നീട്ടിക്കൊണ്ട് അൻഷു പറഞ്ഞതും അപ്പു അൻഷിന്റെ അടുത്തേക്ക് ചെന്നു അത് വാങ്ങി അജുവിന് കൊണ്ടുകൊടുത്തു. ഇതാര കുഞ്ഞുമണി? കപ്പ് വാങ്ങുന്നതിനൊപ്പം തന്നെ പതിയെ അപ്പുവിനോടായി ചോദിച്ചവൻ. എന്റെ കുഞ്ഞേട്ടനാ. പതിയെ നേരത്തെ ഒരു ചിരിയോടെ അവൾ മറുപടി നൽകുമ്പോൾ അജുവിന്റെ മുഖമൊന്ന് വീർത്തുപോയി. അതേ വീർപ്പിക്കലോടെ അവന്റെ നോട്ടം വീണ്ടും അൻഷിന് നേരെ ചെന്നു. അവിടെ ഏറെക്കുറെ ഇത് തന്നെയാണ് അവസ്ഥ. ഈ യുദ്ധത്തിനുള്ള കാഹളമായിരുന്നു അവിടെ മുഴങ്ങിയെന്ന് തോന്നുന്നു. തീർന്നോ നിന്റെ കരച്ചിലും പരാതി? അൻഷിന്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ആദി ചോദിച്ചു. അജു ഒരു ഞെട്ടലോടെ അതേറെ സംശയത്തോടെ അവനെ നോക്കി. എന്താ മനസ്സിലായില്ലേ? ആദി വീണ്ടും ചോദിച്ചു. ചെക്കന്റെ ദയനീയമായ നോട്ടം അപ്പുവിന്റെ നേരെയായി. എല്ലാവരെയും മാറി മാറി നോക്കി നിൽക്കുകയാണ് അവൾ. ഏട്ടനൊന്നും ചെയ്യല്ലെന്നോ ചെകുത്താനോട് പറ കുഞ്ഞുമണി. ആദി അൻഷൊന്നും കേൾക്കാതെ അപ്പുവിനോട് മാത്രമായി പതിയെ പറഞ്ഞു അജു. അത് മനസ്സിലായതുപോലെ അപ്പുവിന്റെ നോട്ടം ആദിയുടെ നേരെയായി. അജു! ആദി ഒന്നുകൂടെ വിളിക്കുന്നു. അജുവിന്റെ നോട്ടം കൂടി കണ്ടതും അപ്പുവിന് സങ്കടമായി. ആദിയേട്ടാ! പെണ്ണിന്റെ വിളി വന്നു. ആ പ്രതീക്ഷിച്ച പോലെ ആദി അവളെ നോക്കി. അത് ഏട്ടനൊന്നും ചെയ്യല്ലേ? ആഹാ, ഇത് ആര് പറഞ്ഞെന്നാ? ആദി അവളോടായി ചോദിച്ചു. പെണ്ണ് കൂടുതലൊന്നും നോക്കാതെ അജുവിനെ നോക്കി. അവനാണോ ഇങ്ങനെ പറയാൻ പറഞ്ഞേ? പെങ്ങളെ. ആദിയുടെ ചോദ്യത്തിന് അടുത്ത സെക്കൻഡിൽ തന്നെ പെണ്ണിന്റെ മറുപടി വന്നു. മനസ്സിലായെന്ന് വിളിച്ചു പോയിരുന്നു അജു. അത്ര നേരം കലിപ്പിട്ടുന്ന അൻഷും ഗൗരവത്തിൽ നിന്ന് ആദ്യം പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു. അപ്പു പുറത്തേക്ക് പോ. അപ്പുവിന്റെ മുമ്പിൽ വെച്ച് അജുവിനൊന്നും പറയാൻ കഴിയില്ലെന്ന് മനസ്സിലായതും ആദ്യം അവളോടായി പറഞ്ഞു. അജുവിനും ദയനീയമായി നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. അടുത്ത നിമിഷം അൻഷും കൂടി റൂമിനുള്ളിലേക്ക് കയറി ആ വാതിലകത്തുനിന്ന് അടച്ചു കളഞ്ഞു. ശരിക്കും പേടിച്ചു പോയവൾ. അൻഷു ആദ്യം അജുവിനെ തല്ലുമോ വഴക്ക് പറയുന്ന കോർത്തു അവൾക്കാകെ സങ്കടവും പേടിയും തോന്നിപ്പോയി. ഒരിക്കൽ ആദിയുടെ ഫൈറ്റ് സീൻ നേരിട്ട് കണ്ടതാണല്ലോ. അതുകൂടി ഓർമ്മ വന്നു. അപ്പു ഒന്നുകൂടെ പേടിച്ചു. അകത്തുനിന്നും ശബ്ദമൊന്നും കേൾക്കാതെ വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെയായി. അടുത്ത നിമിഷം എന്തോർത്ത പോലെ ആ മുഖമൊന്ന് വിടർന്നു. ചുറ്റുമൊന്ന് നോക്കി.
അവിടെയൊന്നും ആരെയും കാണാതെ വന്നു അവൾ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. രുദ്രന് പുറകിലായി നിൽക്കുന്നവളെ അജു നന്ദിയോടെ നോക്കുമ്പോൾ അൻഷും ആദ്യം അവളെ കള്ളഗൗരവത്തിൽ കൂർപ്പിച്ച് നോക്കി. ആർക്കും മുഖം കൊടുക്കാതെ തലയും കുനിച്ചു നിൽപ്പാണ് അപ്പുവും. ആരോ വാതിൽ തട്ടി വിളിക്കുന്ന കേട്ട് തുറന്നാണ് ആദി. അജുവിന്റെ കൂമിനിട്ട് ഇടിക്കാനുള്ള ഒരു ഫ്ലോയാണ് അവിടെ പോയത്. വാതിൽ തുറന്നും രുദ്രനെയും അവന് പുറകിലായി ആദിയോടെ മുറിയിലേക്ക് നോക്കുന്ന അപ്പുവിനെയുമാണ് കാണുന്നത്. പെണ്ണ് രുദ്രനോട് ചെന്ന് പരാതി പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാണെന്ന് ആദിക്കും അൻഷനും മനസ്സിലായിരുന്നു. ഇപ്പോൾ അജു ആയതുകൊണ്ടാണ് ആദി പറഞ്ഞ പോലും മറികടന്ന് അവനെ രക്ഷിക്കാൻ അപ്പു നിന്നത്. ശരിക്കും ആദിക്ക് പോലും അറിയില്ല അവൾ ഇത്രയും അജുവുമായി അടുത്ത് എങ്ങനെയാണെന്ന്. തങ്ങളെ മൂന്നുപേരെ അപേക്ഷിച്ച് അവളോട് വാതോരാ സംസാരിക്കുന്നവനാണ് അജു. അവനവന്റെ കുഞ്ഞുമണിയോട് പറയാൻ ഒരു 100 കഥകൾ കാണും. വാക്കുകൾ അളന്നു മുറിച്ച് പറയുന്ന തങ്ങളിലും അടുപ്പം അതുകൊണ്ട് തന്നെ അവനോടാണ്. അവനും തിരിച്ച് അതേപോലെയാണ്. അവന്റെ സ്വന്തം അനിയത്തിയല്ല അവളെന്ന് ആരും പറയില്ല. ആദ്യം ഓർത്തുകൊണ്ട് ചുണ്ടിലൂറിയ പുഞ്ചിരി ഒതുക്കി പിടിച്ച് നിന്നു. അൻഷിന് പക്ഷെ ആ നിമിഷം അജുവിനോട് നല്ലതുപോലെ അസൂയയും ദേഷ്യവുമാണ് തോന്നിയത്. അപ്പുവിന്റെ സ്നേഹം പങ്കിട്ടു പോകുന്നതിൽ തോന്നുന്ന വിഷമം, അജുവിനോടുള്ള പോലൊരു അടുപ്പം അവൾ തന്നോട് കാണിക്കുന്നില്ലല്ലോ എന്നുള്ള പരിഭവം. ക്യാപ്റ്റൻ മസിലും പിടിച്ചു നിന്നിട്ട് കാര്യമില്ലെന്നും അപ്പുവിനെ കൊണ്ടൊരു വാക്ക് മിണ്ടിക്കണമെങ്കിൽ 10 വാക്ക് ആദ്യം അങ്ങോട്ട് പറയണമെന്ന് അറിയാതെ പോയി എന്നത് മറ്റൊരു സത്യം. അർജുനൊന്നും പറയേണ്ട സൂര്യ, അവൻ അപ്പോഴത്തെ വിഷമത്തിൽ ചെയ്തല്ലേ, അത് വിട്ടുകളെ. രുദ്രൻ ആദിയോടായി പറഞ്ഞതും ആദി തലയനക്കിക്കൊണ്ട് അജുവിനെ കൂർപ്പിച്ച് നോക്കി. അജു നന്നായിട്ട് നിളിച്ചു കാണിച്ചു. സർ, എന്നാ ഞാൻ ഇറങ്ങട്ടെ? ആദ്യം എന്തോ പറയാനൊരുങ്ങിയതും അങ്ങോട്ട് വന്നുകൊണ്ട് ഗൗരി രുദ്രനോട് ആദിയോടുമായി ചോദിച്ചത് ഒരുമിച്ചായിരുന്നു. ആ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ അവിടെ കണ്ട ഞെട്ടിലാണ് അജു. അപ്പോൾ ഗൗരിയുടെ നോട്ടവും തന്നെ കണ്ണുമിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവനിലേക്കൊന്ന് പാളി വീണു. ആ നിൽപ്പ് കണ്ടാൽ അറിയാം ഇന്നലെ നടന്നൊന്നും ആൾക്ക് ഓർമ്മയില്ലെന്ന്. അവളൊന്ന് വിശ്വസിച്ചു പോയി. ഇവളെന്താ കുഞ്ഞുമണി ഇവിടെ? എത്രയൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഉത്തരം കിട്ടാവുന്നതും മുഖം കുനിച്ച് അരികിൽ നിൽക്കുന്ന അപ്പുവിനോടായി പതിയാണ് അജുവിന്റെ ചോദ്യം. ഇത് ഗൗരി ചേച്ചിയായിട്ടാ, ഇന്നലെ ഏട്ടനെ ഇവിടെ കൊണ്ടുവന്ന ചേച്ചിയാ. പതിയെ അവന് കേൾക്കാൻ പാകത്തിന് മാത്രമായി മറുപടി പറഞ്ഞുകൊണ്ട് അപ്പു വീണ്ടും മുഖം താഴ്ത്തി നിന്നു. ആദിയുടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട ഒരു സങ്കടമുണ്ട് അവിടെ. അതിലുമപ്പുറം അവൻ അനുസരിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയും. അത് കണ്ടിട്ടും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഭാവിച്ചുകൊണ്ട് ആദ്യമായി ഒന്ന് പിണങ്ങാൻ കിട്ടിയ ചാൻസാണ് അവന്. സാധാരണ പിണക്കം ഭാവിച്ചു വരുമ്പോൾ അവൾക്കത് മനസ്സിലാവാറ് പോലുമില്ല. ഓടി വന്ന് നെഞ്ചോട് ചേരുന്ന പെണ്ണിനെ പൊതിഞ്ഞു പിടിക്കാനല്ലാതെ തനിക്ക് മറ്റൊന്നിനും തോന്നില്ല. ഇത്തവണ തന്റെ പിണക്കം അവൾ എങ്ങനെ തീർക്കെന്നറിയാനൊരു കൊതി. അതുകൊണ്ട് തന്നെ ആദ്യം മനഃപൂർവ്വം അവളിൽ നിന്ന് അകന്നു നിന്നു. താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി. ഗൗരിയുടെ ചോദ്യത്തിന് രുദ്രൻ മറുപടി പറഞ്ഞു. അപ്പവും നേരെ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ചേച്ചി വാ പതിയെ പറഞ്ഞുകൊണ്ട് അവൾ വിളിച്ചതും ഗൗരിയും പിന്നെ എതിർക്കാൻ നിന്നില്ല. അജു അപ്പോഴും കിളി പോയതുപോലെ നിൽക്കുന്നുണ്ട്. നിനക്ക് വരാൻ ഇനി താലപ്പൊലി വല്ലതും വേണോ? എന്തോ ആലോചിച്ച് നിൽക്കുന്നവരെ നോക്കി ആൻഷിക്ക് അടുപ്പത്തിൽ ചോദിക്കുമ്പോൾ അജുവിന്റെ കൂർത്ത നോട്ട് അവനിലേക്കായി. അജുവിനുമുണ്ട് അൻഷിനോട് ആവോളം കുശുമ്പ്. അവന്റെ കുഞ്ഞുമണിയുടെ സ്വന്തം ചേട്ടനാണല്ലോ അൻഷ്. അവളിൽ തന്നിലുമേറെ അവകാശമുള്ളത് അവനാണല്ലോ. താലപ്പൊലിയൊന്നും വേണ്ട, ഇനി എനിക്ക് സ്വീകരണം തരുന്നത് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഒന്ന് കാവടി ഉള്ളിയാലും മതി, ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അജു ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അൻഷിനെ പുച്ഛിച്ചുകൊണ്ട് അതേ ടോണിൽ തന്നെ മറുപടി കൊടുത്തതും. ഈ നേരം വരെ അവർ പരസ്പരം ഒന്നും പരിചയപ്പെട്ടിട്ട് പോലുമില്ല. എന്നിട്ടാണ് പുച്ഛവും വാക്പോരും. രണ്ടിനും എന്തു പറ്റിയെന്ന പോലെ അവർ നോക്കി നിൽക്കുകയാണ് ആദി. അവർക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റ് സൈലറിന്റെ റീസൺ മൂന്നാമതൊരാൾക്ക് മനസ്സിലാവുന്നില്ല എന്നത് മറ്റൊരു സത്യം. സൂര്യ, ദേ ഇവനെടുത്ത് വെളിക്കളാ ആലവലാതി. ആദി, നീ എന്നോട് പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. രണ്ടിനും എന്റെ കയ്യിൽ നിന്ന് കിട്ടണേ മര്യാദക്ക് നടന്നോ. പോത്തുപോലെ വളർന്നിട്ടാ അവരുടെ. രണ്ടിന്റെയും ചാട്ടം എല്ലാം കണ്ണിൽക്കുന്ന ആദിയുടെ നേരെയായതും ചെക്കനൊന്ന് ഒച്ചയെടുത്തു. അടുത്ത നിമിഷം രണ്ടും പരസ്പരം നന്നായി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. രണ്ടിന്റെയും പ്രശ്നം എന്താണെന്ന് മനസ്സിലായതും ആദിയിലൊരു ചിരി വിരിഞ്ഞു പോയി. പച്ച മലയാളത്തിൽ ഇതിനെ കുശുമ്പെന്ന് വിശേഷിപ്പിക്കാം. രണ്ടും കൂടി എന്തൊക്കെ കാണിച്ചുകൂട്ടിയെന്നോർത്ത് ആദ്യം ഒന്ന് വിശ്വസിക്കുമ്പോഴേക്കും അവനെ കാണാതെ അവന്റെ കിളിക്കുഞ്ഞ് തിരിച്ചു വന്നിരുന്നു. പക്ഷെ അടുത്തേക്ക് വരുന്നവളെ കണ്ടിട്ടും അത് കാണാത്ത പോലെ ഡൈനിങ്ങിലേക്ക് നടന്നവൾ. ഒരു നിമിഷം ആദിയുടെ ആ പ്രവൃത്തി വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നു പോയിരുന്നു അപ്പു. ആദ്യമായി അവനിൽ നിന്ന് ലഭിക്കുന്ന അവഗണന അവളിൽ വല്ലാത്ത വേദന നിറച്ചു. സങ്കടം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. കുഞ്ഞുമണി, അപ്പു. അപ്പോഴേക്ക് അവിടുന്ന് അൻഷിന്റെ അജുവിന്റെ വിളി ഒരുപോലെ വന്നിരുന്നു. അവരെ വിഷമിപ്പിക്കരുതെന്ന് കരുതി മാത്രം മുഖമൊന്ന് അമർത്തി തുടച്ച് ചുണ്ടിലൊരു ചിരിയും എടുത്തണിഞ്ഞ് അവിടേക്ക് നടന്ന അപ്പു.